ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. വീടിനടുത്തുള്ള പാടത്തിലൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ PWDയുടെ വർക്ക് നടക്കുന്നുണ്ട്, റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ നിറച്ച് എന്താ പറയുക, ചെളിയും കുണ്ടും എന്തൊക്കെയോ മണ്ണൊക്കെ കൊണ്ടുപോയി അടിക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫുള്ള് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളവും ചെളിയായിട്ട് നടക്കാനും വയ്യ, വണ്ടിയും കൊണ്ട് പോകാനും വയ്യ. വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ചുമ്മാ ഞാൻ മാവിലേക്കൊക്കെ നോക്കി മാങ്ങ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം മാങ്ങ പഴുത്തെല്ലാം തീർന്നു. അപ്പോൾ ഒരെണ്ണം പോലും ഇല്ല. പിന്നെ മമ്മിയുടെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി. നല്ല രസമുണ്ടായിരുന്നു. മമ്മി നട്ട എന്തൊക്കെയൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും അങ്ങനത്തെ ചെടികളും ഒക്കെ. ഇതിൽ കൂടുതൽ മമ്മിയാണ് കേട്ടോ ചെടികളെല്ലാം നട്ടിരിക്കുന്നത്. ഞാനങ്ങനെ നടാറൊന്നുമില്ല, അനിയത്തി നടാറുണ്ട്. പിന്നെ എൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലും ചെയ്യാറ്. അത് വീടിനകത്തും സിറ്റൗട്ടിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പെങ്ങൾക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി പനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ TV ചാർജ് തീർന്നു, TV ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ റീചാർജ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ TV ഓണാക്കിയിട്ടു. അതിന് ശേഷം മമ്മി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് റീചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഓർത്തത് ദൈവമേ, ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് വിരിച്ചിടണം. ഈ മഴയത്ത് വിരിച്ചിടാനായിട്ട് കുറച്ച് പാടാണ്. എന്നാലും ഞാൻ സെൻസൈഡിൻ്റെ സൈഡിൽ ഞാൻ അഴ കെട്ടി, എന്നിട്ട് അതിൽ കൊണ്ട് വിരിച്ചിടാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ തുണികളെല്ലാം മെഷീനിൽ നിന്ന് എടുത്ത് ഞാൻ എല്ലാം വിരിച്ചിടാമെന്ന് ഓർത്തു. അതുകൂടാതെ തന്നെ ഒരു ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റി. അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വന്തം ബെഡ്റൂമിനകത്ത് കോഫി മേക്കർ വെച്ച് കോഫി ഉണ്ടാക്കി കോഫി കുടിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബിലോ. എനിക്കും കൂടി അറിയാമല്ലോ. അപ്പം ഞാൻ മാത്രമല്ല, ഒത്തിരി പേരുണ്ടെങ്കിൽ അതും ഐ എം റിയലി ഹാപ്പി. കാരണം കോഫി ലവേഴ്സിന് ഏറ്റവും ഇഷ്ടമാണ് കോഫി. വല്ലപ്പോഴുമൊക്കെ റൂമിലെ കോഫി മേക്കറിനകത്ത് കോഫി ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കോഫി ലവേഴ്സ് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബിലോ. അപ്പോൾ എനിക്കും കൂടി അറിയാലോ എത്ര പേരുണ്ട് കോഫി ലവേഴ്സോ. എന്തായാലും എല്ലാവർക്കും കോഫി ഇഷ്ടമുള്ള കാര്യമാണ്. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് കോഫി ഇഷ്ടമല്ലാത്തത്. പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ വായിച്ചൊക്കെ നോക്കി, പേജൊക്കെ മറിച്ച് നോക്കി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മമ്മി ഹിന്ദുവും പപ്പ ക്രിസ്ത്യനുമാണ്. സോ മമ്മി അപ്പം വിളക്ക് വയ്ക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. സീതയെ ഹരിച്ചു പുസ്തകം കരേറിയ ലങ്കയിൽ കടന്നുപോയി രാമ രാമ പാഹിമ.